പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം പാതി വഴിയിൽ നിർത്തി ക്രൈംബ്രാഞ്ച്. കേസ് അന്വേഷിച്ചിരുന്ന പ്രത്യേക സംഘത്തെ സർക്കാർ പിരിച്ചുവിട്ടിരുന്നു. അതായത് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾക്കാണ് അന്വേഷണ ചുമതലയെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ല. ഒടുവിൽ കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന് ക്ലീൻ ചിറ്റും നൽകാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്താകെ 1400 കേസുകളാണ് പാതിവില തട്ടിപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഏകദേശം കണക്കാക്കുന്ന കേസിൽ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ, NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാർ എന്നിവർ മാത്രമാണ് അറസ്റ്റിലായത്. അനന്തകൃഷ്ണന്റെ ഓഫീസിലടക്കം റെയ്ഡ് നടന്നെങ്കിലും ലഭിച്ച രേഖകളിലും തെളിവുകളിലും വിശദമായ അന്വേഷണം നടന്നിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകളും ഉണ്ടായിട്ടില്ല. അനന്തകൃഷ്ണന്റെ സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസർ ലാലി വിൻസെന്റിനും ഒടുവിൽ ക്ലീൻ ചിറ്റ് നൽകുകയാണ് ക്രൈംബ്രാഞ്ച്. വക്കീൽ ഫീസായാണ് അനന്തകൃഷ്ണനിൽ നിന്ന് 46 ലക്ഷം രൂപ വാങ്ങിയതെന്ന ലാലി വിൻസെന്റിന്റെ വാദം അംഗീകരിച്ചാണ് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകാനൊരുങ്ങുന്നത്. പാതിവിലയിൽ കൂടുതൽ പരാതികൾ പല സ്റ്റേഷനുകളിലും സ്വീകരിക്കുന്നുമില്ല. കേസിൽ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ED അന്വേഷണം പുരോഗമിക്കുകയാണ്. തയ്യൽ മെഷീനും ലാപ്ടോപ്പ് മുതൽ ഇരുചക്ര വാഹനങ്ങൾ വരെ പകുതി വിലക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ജനം, കൊച്ചി.